തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ്. അതിർത്തിയിലെ ഗ്രാമവാസികൾ മോദി ബങ്കറുകൾ തയ്യാറാക്കുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? പഹൽഗാമിൽ 28 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. ഏപ്രിൽ 24-ന് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ അഥവാ LOCയിൽ പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെയ്പ് ആരംഭിച്ചു. സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് LOCയ്ക്ക് സമീപം താമസിക്കുന്ന ജമ്മുവിലെ ചില ഗ്രാമവാസികൾ അവരുടെ ഭൂഗർഭ ബങ്കറുകൾ തയ്യാറാക്കാൻ തുടങ്ങി. മോദി ബങ്കറുകൾ എന്നറിയപ്പെടുന്ന ഈ ബങ്കറുകൾ വൃത്തിയാക്കുകയും ആവശ്യ സാധനങ്ങൾ സംഭരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് LOCയ്ക്ക് സമീപമുള്ള ഗ്രാമവാസികൾ തയ്യാറെടുക്കുകയാണ്. ANI റിപ്പോർട്ട് പ്രകാരം പൂജ് ജില്ലയിലെ സലോത്രി, കശ്മാര എന്നീ ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ പഴയ ബങ്കറുകൾ വൃത്തിയാക്കുകയും മുൻകരുതൽ നടപടിയായി ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഈ ഗ്രാമങ്ങൾ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് താമസക്കാരിൽ കൂടുതൽ ഭയം വർദ്ധിപ്പിക്കുന്നു. വാർത്താ ഏജൻസി പങ്കുവച്ച വീഡിയോകളിൽ ഗ്രാമവാസികൾ ബങ്കറുകളിൽ കിടക്കുകയും പുതപ്പുകൾ സൂക്ഷിക്കുന്നതും കാണാം. ആളുകൾ ബങ്കറുകളെ കുറിച്ച് മറന്നുപോയിരുന്നു. ഇപ്പോൾ ബങ്കറുകൾ വീണ്ടും വൃത്തിയാക്കുകയാണ്. ഭയത്തിന്റെ അന്തരീക്ഷമുണ്ട്. പക്ഷേ താഴ്വരയിൽ ഐക്യം നിലനിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് കർമാര ഗ്രാമത്തിലെ ഒരു താമസക്കാരൻ ANIയോട് പറഞ്ഞത്. മറ്റൊരു ഗ്രാമവാസി പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയും സർക്കാരിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു. മുൻപ് ഈ പ്രദേശത്ത് വെടിവെപ്പ് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമം LOCയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം സംഭവങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായി മാറ്റാൻ ഞങ്ങൾ ബങ്കറുകൾ വൃത്തിയാക്കുകയാണ്. ഇത്തരം ബങ്കറുകൾ നൽകിയതിന് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജമ്മു കാശ്മീരിലെ LOCയിലെ വിവിധ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെയ്പ് നടത്തുന്നതിനിടയിലാണ് അവരുടെ ആശങ്കകളും വരുന്നത്. ബന്ധം വഷളായതിനെ തുടർന്ന് സുരക്ഷാ സേനകൾ പ്രദേശത്ത് ജാഗ്രതയിലാണ്. ജാഗ്രത പാലിക്കാൻ ഭരണകൂടം സാധാരണക്കാരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സുരക്ഷിത ബങ്കറുകളെ മോദി ബങ്കറുകൾ എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ നിന്നാണ് ഈ ഭൂഗർഭ ബങ്കറുകൾ മോദി ബങ്കറുകൾ എന്ന് അനൌദ്യോഗികമായി അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിലും അഥവാ IBയിലും നിയന്ത്രണ രേഖയിലും പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിക്കുമ്പോൾ അതിർത്തിക്ക് സമീപം താമസിക്കുന്നവരെ ഷെല്ലിങ്ങിൽ നിന്നും സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഈ ബങ്കറുകൾ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ 2ാം ഭരണകാലത്താണ് ഈ ബങ്കറുകളിൽ പലതും നിർമ്മിച്ചത്. ജമ്മുവിലെ പൂജ, രജൌരി തുടങ്ങിയ ദുർബല പ്രദേശങ്ങളിൽ വ്യക്തിഗതവും സാമൂഹികവുമായ ബങ്കറുകൾ നിർമ്മിക്കാൻ സർക്കാർ നേരത്തെ ധനസഹായവും സാങ്കേതിക സഹായവും നൽകിയിരുന്നു. 2021-ൽ ജമ്മു പ്രവിശ്യയിലെ LOCയിലും IBയിലും ഏകദേശം 8000 ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചതായി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം തുടർച്ചയായ 5ാം രാത്രിയിലും പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്ക് നേരെ വെടിവെയ്പ് നടത്തി. ചൊവ്വാഴ്ച, അതായത് ഏപ്രിൽ 29-ാം തീയതി ജമ്മു കാശ്മീരിലെ വിവിധ സ്ഥലങ്ങളിൽ അവർ പ്രകോപനമില്ലാതെ വെടിവെയ്പ് തുടർന്നിട്ടുണ്ട്. ഏപ്രിൽ 28, 29 രാത്രികളിൽ കുപ്വാര, ബാരാമുള്ള ജില്ലകളിലും അഖ്നൂർ സെക്ടറിനും എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം LOCയിൽ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രകോപനമില്ലാതെ വെടിവെയ്പ് നടത്തി. ഒരു പ്രതിരോധ വക്താവ് PTIയെ ഉദ്ധരിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം കൃത്യമായതും ഫലപ്രദവുമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷം പാകിസ്ഥാൻ സൈന്യം LOCയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രകോപനമില്ലാതെ വെടിവെയ്പ് ആരംഭിച്ചു. വടക്കൻ കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള ജില്ലകളിലെ LOCയിലെ നിരവധി പോസ്റ്റുകളിൽ പാകിസ്ഥാൻ സൈന്യം ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെയ്പ് ആരംഭിച്ചു. പിന്നീട് ജമ്മുവിലെ പൂജ സെക്ടറിലേക്കും അഖ്നൂരിലേക്കും വെടിനിർത്തൽ ലംഘനം വ്യാപിപ്പിച്ചു. ഇതുവരെ ഇന്ത്യൻ ഭാഗത്ത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസാരൻ പുൽമേടുകളിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നയതന്ത്ര നടപടികൾ പ്രഖ്യാപിച്ചു. മറുപടിയായി പാകിസ്ഥാനും പ്രതികാര നടപടികൾ പ്രഖ്യാപിച്ചു. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിലേക്ക് ഇത് നയിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇത് അതിർത്തിയിലെ ഗ്രാമവാസികളുടെ ജീവിതത്തെ പ്രതികൂലമായും ബാധിക്കുന്നു. ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിർത്തിയിലെ ഗ്രാമവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിർത്തിയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം ബങ്കറുകൾ നിർമ്മിക്കുന്നത് സുരക്ഷാപരമായി വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ സ്ഥിരമായ സമാധാനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഭാഷണങ്ങൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം ബങ്കറുകൾ സാധാരണയായി കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് ഷെല്ലിങ്ങിൽ നിന്നും മറ്റ് ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഇത്തരം ബങ്കറുകളിൽ ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, വെള്ളം എന്നിവയും സൂക്ഷിക്കാറുണ്ട്.